ഇതുപോലെ ഒരു കർമൂസും കായ എടുക്കാനുണ്ടോ? ഇതുപോലെ പഴയ സാരി നമുക്ക് ഇതുപോലെ ഒരു പുത്തനാക്കി എടുത്താലോ? ഇദ്ദേഹം കുറേ മുമ്പ് ഇടണം എന്ന് വിചാരിച്ച വീഡിയോ ആണ് കേട്ടോ. പക്ഷെ സമയക്കുറവ് കൊണ്ടും എൻ്റെ മടി കൊണ്ടും അത് ഇന്നാണ് കേട്ടോ പോസ്റ്റ് ചെയ്യുന്നത്. ഇതൊരു പഴയ സാരിയാണ് കേട്ടോ. മേമയുടെ അമ്മയുടെ പഴയ സാരി. ഇതിൽ ഫുൾ അഴുക്കൊക്കെ ഉണ്ട്, എന്നാലും സാരമില്ല. നമുക്കൊരു വെറുതെ ഒരു ഫോട്ടോഷൂട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇത് കർമൂസും കായ. ഞങ്ങളുടെ നാട്ടിൽ കർമൂസും കായ എന്ന് പറയുന്നത് നമ്മളെ പപ്പായ, ഒരു ചെറിയ പപ്പായ ആട്ടോ എടുത്തേക്കുന്നത്. അങ്ങനെ മുറിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്ക് ഭാഗം ഉണ്ടല്ലോ, അതുകൊണ്ട് ഇതാണ് നമുക്ക് വേണ്ടത് കേട്ടോ. കാരണം അതിൻ്റെ ഒരു ഡിസൈൻ വരുന്നുണ്ട്, ഒരു ഫ്ലവർ പോലെ. അപ്പോൾ അതൊന്നും കൂടെ ഒന്നിങ്ങനെ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി ഞാനൊന്നൊരു സൈഡിലൊന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു ലീഫ് പോലെ കിട്ടും. വേണമെങ്കിൽ ഇതിൽ കാർവൊക്കെ ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. എനിക്കതൊന്നും അറിയാൻ പാടാത്തതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ടുള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നുള്ളൂ. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അവിടെ ഓൾറെഡി ഒരു വിടവുണ്ടല്ലോ അവിടെ. ഇതിങ്ങനെ കാർവൊക്കെ ചെയ്ത് നല്ല ഫ്ലവറിൻ്റെ ഷേപ്പൊക്കെ ആക്കുകയാണെങ്കിൽ നല്ല രസത്തിൽ കിട്ടും കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ആക്രിലിക് പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. ഡാർക്ക് ഗ്രീനാണ് എടുത്തേക്കുന്നത്. കാരണം അതിൻ്റെ കരം നല്ല പച്ചയാണ്. അപ്പോൾ ഞാൻ ആ ഒരു കളർ തന്നെയാണ് എടുത്തേക്കുന്നത്. അതിങ്ങനെ ഒരു പരന്ന പാത്രത്തിലോട്ട് ഇട്ടിട്ട് ഇതിങ്ങനെ മുക്കിയിട്ട് ചുമ്മാ അങ്ങനെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇതിത്തിരി കളർ കൂടിയിട്ടുണ്ട്. കാരണം കുറേശ്ശെ നമ്മൾ പെയിൻറ്റ് തേച്ചാൽ മതി കേട്ടോ. അതല്ലെങ്കിൽ കറക്റ്റ് അതിൻ്റെ ഡിസൈൻ വരില്ല. അതിങ്ങനെ കൊടുക്കുക. കുറച്ച് നമുക്കിങ്ങനെ കളർ മങ്ങി തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രഷ് കൊണ്ട് ഇങ്ങനെ അതൊന്ന് കറക്റ്റ് ആ ഡിസൈൻ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അതിങ്ങനെ ഫുള്ളായിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ മുന്താണി എന്ന് പറയും, നമ്മൾ മുകളിൽ എടുക്കുമല്ലോ, സെറ്റ് മുണ്ടിൻ്റെ മുകളിൽ എടുക്കുന്ന മുണ്ടിൻ്റെ 4 വശത്തും ഞാൻ ഇതുപോലെ ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഉടുക്കുന്ന മുണ്ടിൻ്റെ നമ്മൾ ആ കരഭാഗത്ത് മാത്രം, അതായത് പുറത്ത് കാണുന്ന കരയിൽ മാത്രം കേട്ടോ ചെയ്തേക്കുന്നത്. അടിയിലൊരു സ്പോഞ്ചോ പേപ്പറൊക്കെ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. അത് വെച്ചിട്ടടക്കം എൻ്റെ തറ മൊത്തം ഈ പെയിൻ്റായിരുന്നു. തുടച്ചെടുക്കാൻ പെട്ട പാടെ എനിക്ക് തന്നെ അറിയുള്ളൂ. കാരണം സ്പോഞ്ച് വെച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് ആ ഡിസൈൻ ഇങ്ങനെ പെർഫെക്ഷനിൽ വരും. പേപ്പറിൻ്റെ ഒരു ചെറിയ കഷ്ണമായതുകൊണ്ട് തന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞാൻ പേപ്പർ വെച്ചിട്ടാണ് ചെയ്തത്. പേപ്പർ വെച്ച് ചെയ്തിട്ടും അതൊരു കറക്റ്റായിട്ട് വരുന്നില്ലായിരുന്നു. ഇത് വെജിറ്റബിൾ പ്രിൻറ്റിങ് ഒക്കെ നമുക്കിപ്പോൾ ഈ സ്കൂളിലെ കലോത്സവങ്ങളിലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം അത് കുട്ടികൾക്കൊക്കെ ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. പിന്നെ ഞാൻ നടുക്കിൽ കുറച്ച് സ്പേസ് വന്നുകൊണ്ട് ഞാൻ അവിടെ ഒരു മഞ്ഞ ഇങ്ങനെ ഫ്ലവറിന് നടുക്കിലുള്ള പോലെ കൊടുത്തിട്ടുണ്ട്. ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ വരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പറഞ്ഞു കേട്ടോ. കാരണം അതിൽ ചെറിയ ചെറിയ കറകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും അറിയുന്നില്ല. കാരണം ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെയൊക്കെ മതി കണ്ടത്. ഇപ്പോൾ ഒരു പുതിയ സെറ്റ് മുണ്ട് പോലെ ആട്ടോ എനിക്ക് തോന്നിയത്. നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. ഇതൊക്കെ നമുക്കിപ്പോൾ ഈ ഉരുളക്കിഴങ്ങിലൊക്കെ ഇതുപോലെ ഡിസൈനൊക്കെ വരച്ചിട്ടൊക്കെ ചെയ്യുന്ന വീഡിയോ ഒക്കെ കണ്ടിട്ട് ചെയ്തതാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. ഇപ്പം നമുക്ക് സെറ്റ് മുണ്ടിലോ സാരിയിലോ അതല്ലെങ്കിൽ ചുരിദാറിലൊക്കെ ഇതുപോലെയൊക്കെ ചെയ്ത് ഒന്ന് നമ്മൾ പെയിൻറ്റ് ഉണങ്ങിയതിന് ശേഷം ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് ഒരിക്കലും മാഞ്ഞു പോകുന്നില്ല കേട്ടോ. അങ്ങനെ തന്നെ ഉണ്ടാവും. അത് അയൺ ചെയ്തിട്ട് ഇടുകയാണെങ്കിൽ നല്ല പെർഫെക്ഷനിൽ നമുക്ക് കിട്ടും ചെയ്യും കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു കമ്മലാണ് കേട്ടോ സ്റ്റൈൽ ചെയ്തേക്കുന്നത്.